തൻ്റെ സുഹൃത്തുക്കളൊക്കെ കടലിലേക്ക് പോകുന്ന സമയത്ത് മലകൾ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു പെൻഗ്വിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം. മാറി ചിന്തിക്കുന്നവരുടെ പ്രതീകമായും അതല്ല ജീവിതത്തിന് പ്രത്യേക അർത്ഥവും പേർപ്പസ് ഒന്നും കൊടുക്കണ്ട എന്ന് പറയുന്ന നിഹിലിസം എന്ന മാർഗം പിന്തുടരുന്നവരുടെ പ്രതീകമായും ഒക്കെ സോഷ്യൽ മീഡിയ ഈ പെൻഗ്വിനെ കണ്ടുവരുന്നുണ്ട്. എന്തിനധികം പറയണം, ഒരു കാറിന്റെ പരസ്യത്തിൽ വരെ ഈ പെൻഗ്വിന്റെ മാറി നടത്തം ഞാൻ കണ്ടിരുന്നു. ഇന്ന് ഈ മാറി നടത്തത്തിന് എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. സംഭവം അറിയാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് ബ്രീഫ് ചെയ്യാം. 2007-2008 വെർണർ ഹെർസോഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലിം മേക്കർ എടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അന്റാർട്ടിക്കയിലെ ആളുകളുടെ ജീവിതവും കാഴ്ചകളുമാണ് പ്രധാനമായിട്ടും ഈ ഡോക്യുമെന്ററി ഫോക്കസ് ചെയ്തത്. അക്കാഡമി അവാർഡും ഈ ഡോക്യുമെന്ററി കരസ്ഥമാക്കിയിരുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപേ എടുത്ത ഈ ഡോക്യുമെന്ററി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇതിലെ ഒരു ചെറിയ ഭാഗം കൊണ്ടാണ്. എഡേലെ പെൻഗ്വിൻ കൂട്ടത്തില് ഒരു പെൻഗ്വിൻ മാത്രം എതിർ ദിശയിലേക്ക് നടന്നു നീങ്ങുന്നതാണ് വൈറലായിട്ടുള്ള ഈ ഭാഗം. ഈ ഡോക്യുമെന്ററിക്ക് പിന്നിലുള്ള റിസർച്ചേഴ്സ് ഈ പെൻഗ്വിനെ തിരിച്ച് കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ ലക്ഷ്യം അതല്ല എന്ന് മനസ്സിലാക്കി പെൻഗ്വിൻ തിരിഞ്ഞു തന്നെ നടക്കുകയാണ്. വെർണർ ഹെർസോഗിന്റെ വാക്കുകളിൽ തന്നെ ഈ പെൻഗ്വിൻ എന്തോ ഒരു കാരണം കൊണ്ട് ഡിസോറിയന്റഡ് ആയി പോയതാണ് എന്നാണ് പറയുന്നത്. Is there such thing as insanity among penguins? I don't mean that a penguin might believe he or she is Lenin, Napoleon Bonaparte, but could they just go crazy because they've had enough of their colony? Well, I've never seen a penguin bashing its head against a rock. They do get disoriented. They end up in places they shouldn't be, long way from the ocean. എന്തുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അന്റാർട്ടിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് ജീവികളുടെ നിലനിൽപ്പ് തന്നെ കടലാണ്. നമുക്കറിയാം, പെൻഗ്വിനുകൾ പക്ഷികളാണെങ്കിലും 75% ജീവിതം അവർ കടലിൽ കഴിച്ചു കൂട്ടുന്നവരാണ്. കടലിനെതിരെ നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല, അതികഠിനമായ ശൈത്യം, പിന്നെ ഇത്രയും ദൂരം നടക്കുന്നതിൻ്റെ ക്ഷീണം, ചുരുക്കി പറഞ്ഞാൽ മരണം തന്നെയാണ്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ എങ്ങനെയാണ് പെൻഗ്വിനുകൾ എവിടെ തിരിഞ്ഞാലും വെള്ള നിറം മാത്രം കാണുന്ന അന്റാർട്ടിക്കയിലൂടെ വഴി മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഒരു നാവിഗേഷൻ ടൂൾ എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. ഭൂമിയുടെ കാന്തിക വലയവും ഇവരൊരു നാവിഗേഷൻ ടൂളായി യൂസ് ചെയ്യുന്നുണ്ട്. കാറ്റ് വീശുന്നതിന്റെ ദിശ, ചില ഐസ് ഫോർമേഷനുകൾ, കടലിന്റെ മണം, ഇതൊക്കെയാണ് മറ്റു നാവിഗേഷൻ ടൂളുകൾ. ഇനി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടങ്ങൾ തന്നെയാണ്. സേഫ്റ്റി ഇൻ നമ്പേഴ്സ്. സോ എങ്ങനെയാണ് ഈ ഒരൊറ്റ പെൻഗ്വിൻ മാത്രം ഡീറൂട്ടഡ് ആയി പോയത് എന്ന് നോക്കാം. ഈ പെൻഗ്വിൻ എന്തായാലും റിബൽ ആയതോ വേറിട്ട് ചിന്തിച്ചതോ അല്ല, ഒരു ബയോളജിക്കൽ എറർ പറ്റിയതാണ്. പെൻഗ്വിനുകൾ ഇങ്ങനെ ഡീറൂട്ടഡ് ആവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എക്സ്ട്രീം വെതർ തന്നെയാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഇതാണ്. ബ്ലിസാർഡ് പോലെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മഞ്ഞിന്റെ കൊടുങ്കാറ്റിൽ ഇവർക്ക് ദിശ നഷ്ടപ്പെടാനും പോകേണ്ട വഴി തിരിച്ചറിയാതെ ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു കൂട്ടത്തെ മൊത്തമായിട്ടാണ് ദിശ തെറ്റിക്കുക. ഒരൊറ്റ പെൻഗ്വിനെ മാത്രം ബാധിക്കണമെങ്കിൽ ആ പെൻഗ്വിനുണ്ടായ എന്തെങ്കിലും അസുഖങ്ങളോ പരാതബാധയോ അത് കാരണം ഉണ്ടായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡറോ ആയിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കൂട്ടമായി ജീവിക്കുന്ന മറ്റു ജീവികളെ പോലെ അസുഖബാധിതനായ പെൻഗ്വിൻ കൂട്ടത്തിൽ നിന്ന് പിന്മാറി ഈ അസുഖം മറ്റുള്ളവർക്ക് വരാതെ നോക്കുകയോ അസുഖബാധിതനായി ക്ഷീണിതനായി കണ്ടു കഴിഞ്ഞാൽ കൂട്ടത്തിലെ മറ്റുള്ളവർ തന്നെ കൊന്നു കളയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നടക്കുന്നതായിരിക്കാം. 100 കണക്കിന് കിലോമീറ്ററുകൾ നടന്നതിന് ശേഷമായിരിക്കും ഈ കൂട്ടം കടലിനടുത്തേക്ക് പോകുന്നത്. ഒരു പക്ഷേ ക്ഷീണം കാരണം ഡിസോറിയന്റഡ് ആയി പോയതും ആവാം. ഈ ഡോക്യുമെന്ററിയിലെ ഈ ചെറിയൊരു ഭാഗം കാണുന്ന സമയത്ത് വൈൽഡ് ലൈഫ് ശരിക്കും എന്തൊരു ഡിവേഴ്സ് ആണെന്നും നമ്മൾ എത്ര ശ്രമിച്ചാലും മുഴുവനായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നുമാണ് എനിക്ക് തോന്നിയത്. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ മറ്റു ജീവികളും ചിന്തിക്കുമെന്ന് കരുതുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലപ്പോഴും നമ്മൾ പെറ്റ്സായി വളർത്താറുള്ള ജീവികളിൽ പോലും അത് സംഭവിക്കാറില്ല.
20 വർഷം മുൻപ് എടുത്തിട്ടുള്ള ഈ ഡോക്യുമെന്ററിയിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പോയതിലും അദ്ദേഹത്തിന്റെ മറ്റ് ഡോക്യുമെന്ററീസ് കാണാൻ പ്രചോദനമായതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ പെൻഗ്വിൻ ഡോക്യുമെന്ററീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാർച്ച് ഓഫ് ദ പെൻഗ്വിൻസും നല്ല ഡോക്യുമെന്ററിയാണ്. ഇനി പെൻഗ്വിനെ കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും അസുഖങ്ങളെക്കുറിച്ചോ മൃഗങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.